മ്യൂച്വൽ ഫണ്ട് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് നമുക്ക് ആഡ് ആകുന്നു. ആഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ എളുപ്പം, പിന്നെ നമുക്ക് അവിടെ നിന്ന് നേരെ എവിടെ പോകാം, പ്ലഡ്ജിലേക്ക് പോകാം. നമുക്ക് മണി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. പ്ലഡ്ജിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരത്തെ ഇവിടെ ഏറ്റവും മണി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. മണിയിൽ നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് നോക്കൂ, റിയൽ ടൈം മണി, മാനേജ് ഫണ്ട്, വിഡ്രോവൽ. സോ നോക്കൂ, ഗെറ്റ് ഇൻസ്റ്റന്റ് മാർജിൻ ബെനിഫിറ്റ് എന്നൊരു ബട്ടൺ കണ്ടോ, പ്ലഡ്ജ് ഷെയർസ് ആൻഡ് മ്യൂച്വൽ ഫണ്ട് ഫോർ ബെനിഫിറ്റ്സ്, ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്ലഡ്ജ് യുവർ സ്റ്റോക്സ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്, ഗെറ്റ് മാർജിൻ അല്ലെങ്കിൽ ഡിസ്കവർ ഹയസ്റ്റ് മാർജിൻ ബെനിഫിറ്റ്സ്, അത് ഏതിനൊക്കെയാണ് മാർജിൻ ബെനിഫിറ്റ്സ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. പ്ലഡ്ജ് യുവർ സ്റ്റോക്സ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിന് ഗെറ്റ് മാർജിൻ കൊടുത്തു കഴിയുമ്പോഴേക്കും അതിന്റെ പ്രോസസ്സിൽ നിങ്ങൾ ഒരു OTP എൻ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിമാറ്റിലുള്ള മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പ്ലഡ്ജ് ചെയ്തിട്ട് അതിന്റെ മാർജിൻ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഡിമാറ്റ് അക്കൗണ്ടിലൂടെ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാലുള്ള ഗുണം. SOAയിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രാക്കിംഗ് ഫെസിലിറ്റി, ക്വിക്കായിട്ടുള്ള ട്രാക്കിംഗ് ഫെസിലിറ്റീസോ. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.